എല്ലാവർക്കും സൗമ്യാസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും ഞാനൊരു തമിഴ് സ്റ്റൈൽ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്പിയുടെ പേര് വട കറി. തമിഴ്നാട്ടിലും ഈ ഡിഷ് വളരെ ഫേമസ് ആണ്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ കല്യാണങ്ങൾക്കൊക്കെ അവർക്ക് ഉച്ചയ്ക്ക് സദ്യയല്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് സാധാരണ അങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിന് ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ സൈഡ് ഡിഷായിട്ട് വിളമ്പുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി പ്രസ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങളുടെ കമൻറ്റ്സ് അത്രയും വാല്യുബിളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യം കടലപ്പരിപ്പാണ്. ഇവിടെ 200 ഗ്രാം കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ നേരം ഒന്ന് കുതിർത്തി വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും, നമ്മൾ സാധാരണ വടക്കൊക്കെ അരയ്ക്കുന്ന പോലെ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വടക്ക് ചേർക്കുന്ന പോലെ ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. അതേപോലെ ഇതിൽ സവാളയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ മുളക് പൊടി ഇട്ടതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പീസല്ല, പേസ്റ്റ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. മുളകിൻ്റെ പൊടി അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാതെ കൈകൊണ്ട് നന്നായിട്ടെല്ലാം യോജിക്കണം. എന്നിട്ട് സാധാരണ നമ്മൾ വടക്കൊക്കെ പരത്തി എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ആ വടട ഷേപ്പിൽ പരത്തിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ അത് വടയ്ക്ക് നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യും, നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യും. പക്ഷേ ഈ വട കറിക്ക് അത്രയും ക്രിസ്പി ആവണ്ട. ഒരു കാൽ ഭാഗം, ഒരു ഹാഫ് കുക്കായ മതി. നല്ല ക്രിസ്പ് ആവണമെന്നും ഇല്ല, കാരണം നമ്മൾ പിന്നെ അത് വീണ്ടും കുക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആയി നമ്മളിപ്പോൾ അത് കോരിയെടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ വടക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല ഡാർക്ക് ബ്രൗൺ ആവും. അപ്പോൾ ഇത് അത്രയും ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കഷ്ണാക്കണം. പിന്നെ അടുത്ത് നമുക്കൊരു പേസ്റ്റ് അരയ്ക്കണം. ഇതിലേക്ക് ഞാൻ തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുതിർത്തിയ ബാദാം, ഒരു 4 ബാദാമും 4 കാഷ്യൂനട്ടും കുതിർത്തിയത്. അപ്പോൾ ഈ രണ്ടും കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റായിട്ട്, ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഒരു കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പെരിഞ്ജീരകം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർക്കുന്ന 2 സവാളയാണ്. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ 2 സവാള, പിന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഇത് രണ്ടും കൂടിയും നന്നായിട്ടൊന്ന് വഴറ്റണം. സവാളയുടെ കളറൊന്ന് മാറണം. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ അതിലേക്ക് ഒരുവിധം വഴറ്റിയതിന് ശേഷം 2 തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് വഴറ്റണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണ് ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്യാൻ മറന്നത്, ഞാൻ ലാസ്റ്റിലാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം.
മുളക് നിങ്ങൾക്ക് എരിവിന് ആ കറിയുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. എന്നിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ അടുത്ത് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് കരിയാൻ പാടില്ല. പൊടികളൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് വഴറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ സാധ്യത ഉണ്ട്. എന്നിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആ തേങ്ങയുടെ പേസ്റ്റ്, അരച്ച തേങ്ങ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഈ തക്കാളി സവാളയുടെ കൂടെയൊക്കെ ഈ പേസ്റ്റ് നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കണം. അധികം വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഒന്ന് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. കാരണം ഇത് ഗ്രേവി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിച്ച് കുറേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്രേവി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കുക. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് പാകം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ വട ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് തിള വരണം. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത്. ഞാൻ തനിയെ ഒന്ന് വഴറ്റിയിട്ടാണ് ചേർത്തത്. ഞാൻ ആദ്യം ചേർക്കേണ്ടതാണ്, ചേർക്കാൻ മറന്ന കാരണം ഈ തിളയ്ക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തനിയെ ഒന്ന് വഴറ്റിയിട്ട് ചേർത്തതാണ്. അപ്പോൾ ആ കറി തിളയ്ക്കണം നന്നായിട്ട്. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിള വരട്ടെ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വട അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ തേങ്ങയൊക്കെ അരച്ച കാരണം ഈ കറി പെട്ടെന്ന് തന്നെ കട്ടയാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് തിളയ്ക്കണം. കാരണം ആ കറി ഈ നമ്മുടെ വടയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം, എന്നാലേ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വടകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു ടിഫിൻ സൈഡ് ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഈ വടകറി ഉണ്ടാക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നമുക്ക് എണ്ണയിലിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ആവിയിൽ ഇത് മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ആ വടയുടെ ഒരു ഷേപ്പിലൊന്ന് പരത്തിയിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് കറിയിൽ ചേർക്കാം. അപ്പോൾ 2 മെത്തേഡിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.